സർ സർ നാളെ രാവിലെ 10 മണിക്ക് എറണാകുളത്ത് വെച്ചിട്ട് രവിയുടെയും സൈനിന്റെയും രജിസ്റ്റർ മാരേജ് ആണ്. ഞാൻ രവിയോട് പറഞ്ഞതാ പോവാൻ. പക്ഷെ ഈ പേഷ്യന്റ് വന്നോണ്ട് രവിയുടെ ഹെൽഡപ്പായി പോയതാ. Sir? What's wrong with you? Stupid fellow. It's already 3 in the morning. വേഗം പുറപ്പെടാൻ നോക്ക്. നേരെ ഇങ്ങോട്ട് പോന്നാൽ മതി. ഫ്രീ ആയി കിടക്കുന്ന ആ പഴയ ക്വാർട്ടേഴ്സ് ഞാൻ ശരിയാക്കാം. ഇനിയും വരുമ്പോൾ ഒരാൾ കൂടെ കാണുമല്ലോ. Should I also come? വേണ്ട സർ. Are you sure? Yeah. Okay, all the best. Take care. ചേട്ടാ, എന്താ ബ്ലോക്ക്? പെട്ടെന്നുള്ള പോലീസ് ചെക്കിങ്ങാ. 100-300 വണ്ടികളുണ്ട്. നേരം വെളുക്കും. പോട്ടെ പോട്ടെ. ഇവനൊക്കെ ആരാ? ഓ, സാറായിരുന്നു. എനിക്കൊന്ന് പെട്ടെന്ന് പോകണം. അത്യാവശ്യമായിട്ട് എറണാകുളത്ത് എത്താനുള്ളതാ. സാറുവാ. പെട്ടെന്ന് നോക്ക്. ഒന്ന് ശരിക്കും ചെക്ക് ചെയ്ത ഉള്ളില്. സാറേ, ഇദ്ദേഹം സാമുൽ സാറിന്റെ ഹോസ്പിറ്റലിലെ ഡോക്ടറാ. എന്നെ ഒന്ന് പെട്ടെന്ന് പോകാൻ അനുവദിച്ച വലിയ ഉപകാരമായിരുന്നു. എല്ലാ വണ്ടികളും ചെക്ക് ചെയ്ത് വിടണമെന്നാണ് ഓർഡർ. സാരമില്ല, സാറ് പോയിക്കോ. താങ്ക് യു സർ. ഇയാളെന്താ? സാമുൽ സാറിന്റെ കൂടെയുള്ള ഡോക്ടറാ. ഒരു അത്യാവശ്യ കാര്യത്തിന് പോകണമെന്ന് പറഞ്ഞപ്പോൾ. ഇയാളുടെ വണ്ടിയൊക്കെ ചെയ്തോ? ഇല്ല സർ. എന്താ ഇയാളുടെ വണ്ടിക്ക് ഒരു പ്രത്യേകത? സർ, എനിക്ക് അത്യാവശ്യമായിട്ട് രാവിലെ എറണാകുളത്ത് എത്തണം. ദയവ് ചെയ്ത് എൻ്റെ വണ്ടി ഒന്ന് പെട്ടെന്ന് ചെക്ക് ചെയ്ത് എന്നെ പോകാൻ അനുവദിക്കണം. ഇനി ഒന്നേ, ഈ കിടക്കുന്ന ഓരോരുത്തരും അത്യാവശ്യ കാര്യത്തിനായിട്ട് പലയിടത്തേക്കും പോകുന്നവരാണേ. പിന്നെ നിങ്ങളുടെ വണ്ടി വേണമെങ്കിൽ എനിക്ക് കടത്തി വിടാം. ഇയാൾ തൽക്കാലം ഒരു കാര്യം ചെയ്യും, നേരെ റിവേഴ്സ് എടുത്ത് ഏറ്റവും പുറകെ കൊണ്ടിടും. നമുക്ക് പതുക്കെ പോവാന്നേ. സർ, നാളെ രാവിലെ 10 മണിക്ക് എറണാകുളത്ത് വെച്ച് എൻ്റെ രജിസ്റ്റർ മാരേജ്. ഞാൻ സമയത്ത് അവിടെ എത്തിയില്ലെങ്കിൽ പിന്നെ ഒരിക്കലും നടക്കില്ല സർ. ഓഹോ, അപ്പോ എന്തോ തരികട സെറ്റപ്പുള്ള കല്യാണാണല്ലേ? ഇപ്പൊ സാറ് കേറിയാട്ടെ. സർ, നേരെ ബാക്കി പോടാ. സർ പ്ലീസ്. നീ കൊടുത്ത പരാതിയിൽ 6 മാസമായിരുന്നു എൻ്റെ സസ്പെൻഷൻ. 6 മാസം എനിക്ക് എങ്ങനെയായിരുന്നു എന്ന് 4 മണിക്കൂർ കൊണ്ട് നിനക്ക് ഞാൻ മനസ്സിലാക്കി തരാം. പിന്നെ ഡോക്ടറെ, ഇപ്പൊ ഞാൻ ചെയ്ത ഈ കാര്യത്തിന്റെ പേരിൽ നീ വല്ലയിടത്തും കംപ്ലൈന്റ് ആയി പോയാൽ ഒരു കാര്യമില്ല, ഞാനൊരു കേസ് അങ്ങ് ചാർജ് ചെയ്തിടാൻ പോവുക. ഒരു ബലത്തിന് ട്രാഫിക് റൂൾ വയലേഷൻ. ബാക്കി പോടാ പോടാ.
വേറെ ഒരു ചായ രവി ജോബി റിഡംഷൻ ഹോസ്പിറ്റലിലേക്ക് ഒന്ന് വിളിച്ചു നോക്ക്. നേരത്തെ വിളിച്ചതാ, ലൈൻ കിട്ടുന്നില്ല. ഒന്നുകൂടി ട്രൈ ചെയ്യടാ. ഹലോ, റിഡംഷൻ ഹോസ്പിറ്റൽ. എടാ, അവൻ അവിടുന്ന് വെളുപ്പിന് 3 മണിക്ക് പുറപ്പെട്ടതാണെന്ന്. 3, 4, 5, 6, 7 മാക്സിമം 8 മണി. അതിനപ്പുറം പോവില്ല. ഇതുവനെ എവിടെ പോയി കിടക്കുക? അതെ നോക്ക് അങ്കിൾ, അങ്കിൾ പ്ലീസ് അങ്കിൾ. സൈനു ഇസ് മെച്യൂർ. അവർക്ക് സ്വന്തം തീരുമാനം എടുക്കാനുള്ള ഫ്രീഡം ഉണ്ട്. ഇറങ്ങി പാടി അങ്കിൾ പ്ലീസ് ഇറങ്ങാൻ ഇങ്ങോട്ട് വാടി, പറയുന്നത് കേട്ടു. സൈനു സൈനു, അവളുടെ അച്ഛൻ കുറച്ചുകൂടി നേരത്തെ വരായിരുന്നില്ലേ നിനക്ക്? രവി, സൈനു, സൈനു, കുഴപ്പമുണ്ടാക്കാതെ പോകാൻ നോക്ക്. ഞങ്ങളുടെ ശവം നീ പരീക്ഷിക്കരുത്. സൈനു എവിടെ? വിളിക്കവളെ. അവള് വരില്ല. നിന്നോട് പോകാൻ പറഞ്ഞ കേട്ടില്ലേ? സൈനു, നിന്നോടല്ലടാ പോകാൻ പറഞ്ഞത്. ഇറങ്ങി പോ. നീ പോവില്ലല്ലടാ. പുറത്താക്കടാ. സൈനു, ഇറങ്ങി.